നമസ്കാരം, നാഗേഷാണ്. നമ്മളിന്നിവിടെ എന്താ പറയുക, അവല് കൊണ്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാകുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ അവലാണ്. 1 കിലോ അവൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നാളികേരം ചിരവിയതാണ്. ഒരു നാളികേരം ചിരവിയതും പിന്നെ അതേപോലെ ശർക്കര, ഏകദേശം 1/2 കിലോ ശർക്കരയുണ്ട്. ശർക്കര പൊടിയായിട്ട് അരിഞ്ഞ ശർക്കരയും നാളികേര കൊത്തും. നമ്മളൊരു ഉരുളി വെച്ചിട്ട് അതിൽ നെയ്യ് ചൂടാകാൻ വെച്ചു. നല്ല ശുദ്ധമായ നെയ്യാണ്. ആ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി വറുത്ത് കോരിയെടുക്കുന്നു. ഉണക്കമുന്തിരി വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പാണ് പിന്നെ വറുത്ത് എടുക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ നാളികേരക്കൊത്ത് കൂട്ടി നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നു. എന്നിട്ട് ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ ഒരു ശർക്കരയുടെ ഒരു പാനി രൂപത്തിലാക്കി എടുക്കുകയാണ്. അത് പാനി രൂപം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുതിർത്തി വെച്ചിരിക്കുന്ന അവലെടുത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്യുന്നു. ഈ അവൽ നമ്മുടെ മൊത്തം അവൽ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പൊടിയും അതേപോലെ നാളികേരവും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല രീതിയിൽ ഇളക്കി ചേർക്കണേ. ഇങ്ങനെ ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 1, 2, 3 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, വറുത്ത് വെച്ച നാളികേരം ഇതെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്യാണ്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിന് നല്ലൊരു രുചി കിട്ടും. നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചേർത്തിരിക്കുന്നത് എന്താ വെച്ചാൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീനട്ടാണ്. റോസ്റ്റ് ചെയ്ത പീനട്ടും പിന്നെ കുറച്ച് പൊട്ടുകടലയും. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം ഞാനത് യൂസ് ചെയ്തു. പിന്നെ ഞങ്ങൾ മധുരം നല്ല ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഇഷ്ടംപോലെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. അതേപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതേപോലെ കുറച്ച് ചുക്ക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ കിട്ടാവുന്നതാണ്. ഇത് നമുക്ക് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നാളികേരം എല്ലാം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.